എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമെ സീരീസിന്റെ എപ്പിസോഡ് 25 എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഹൈബോട്ടോ അങ്ങനെ ഒരാൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് പോലെ അതൊരു സാൻഡ് വെച്ചാണ് എന്ന് കാണാം. എന്നാൽ അതിൽ നിന്നും എല്ലാം സ്കിപ്പായിട്ട് തന്നെ പോവുകയാണ്. ഹൈബോട്ടോങ് തന്നെ ഒരു ഡൗക്വാങ് എങ്കിലും സ്കിപ്പായി മാറുന്നു. എങ്കിൽ ആ ആളും ഒരു ഡൗക്വാങ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ളതാകാം. ഒരു സമയം ട്രാപ്പ് ആയതുപോലെ വന്നുവെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ആ സാൻഡ്മാനും ഓടിപ്പോകാൻ നോക്കുകയാണ്. അപ്പോൾ പിറകെ തന്നെ ഹൈബോട്ടോങ്. ഇതേ സമയത്ത് ഷിയോയൻ ആ നളൻ ഫാമിലിയിലേക്ക് പോവാണല്ലോ. എന്നാൽ അവിടെ എന്തോ ഒരു പാർട്ടി നടക്കുന്നത് കൊണ്ട് തന്നെ തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് എൻട്രാൻ വരുന്നത്. അവനെ പിടിച്ചു നിർത്തിയിട്ട് ഗ്രാൻഡ് ബൈ ഇപ്പോൾ റിക്കവർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പാർട്ടി നടത്തുവാണ്. ട്രീറ്റ്മെന്റ് ഇത് കഴിഞ്ഞ് ചെയ്യാം, ഇപ്പൊ പാർട്ടിക്ക് വരാനായിട്ട് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. എന്താ പക്ക അവാർഡ് എന്ന് പറയും. അവനെ എക്സ്റ്റേണൽ ആൽക്കമിസ്റ്റ് കോമ്പറ്റീഷൻ അതിൽ ജയിച്ചതിൽ അഭിനന്ദിക്കുന്നു. അപ്പോഴാണ് യാഫൈ വരുന്നത്. അവർക്ക് പരസ്പരം അറിയാലോ ആരാണെന്ന്. അതുകൊണ്ട് തന്നെ നല്ല ക്ലോസ് ആയിട്ടാണ് സംസാരം. നിങ്ങൾക്ക് ഇങ്ങനെ പരിചയം എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ലേ അവനെ ഇങ്ങോട്ട് പറഞ്ഞോട്ടെ എന്ന് യാഫൈ. പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് എന്നത് എന്ന് പറയുമ്പോഴാണ് അവളുടെ കയ്യിലിരുന്ന ചായയെ വെള്ളവും എന്താ അവൻ വാങ്ങിച്ചത് കുടിക്കുന്നു. അതുകൊണ്ട് അവൾക്കൊന്ന് ഷോക്കായി പോയി. എന്നിട്ട് എൻട്രാനെ കാണിക്കാൻ വേണ്ടി എന്നോടും യാഫയായിട്ട് നല്ല രീതിയിൽ സംസാരം. അത് അവൾക്കും ചെറിയൊരു സങ്കടം ഉണ്ടാക്കിയ പോലെ. എൻട്രാനാണെങ്കിൽ അവരോട് സംസാരിച്ചിട്ട് വരാനായിട്ട് പറഞ്ഞ് അകത്തേക്ക് പോയി. യാഫൈ നീ എൻട്രാനെ കണ്ട് ദേഷ്യം പോലെയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിനെ ഷിയോയൻ അവൾക്ക് ഞാൻ ഇപ്പോൾ യാൻഷാബയാണ്, ഷിയോയനല്ല. പിന്നെ അവര് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവ പോകാൻ നിൽക്കുമ്പോൾ യാഫൈ നിർബന്ധിച്ച് അകത്തേക്കും കൂട്ടിക്കൊണ്ടുപോയി. അങ്ങോട്ട് കുതിരയിൽ ഒരാൾ വരുന്നെന്ന് കാണിക്കുന്നുണ്ട്. ഇതേ സമയത്ത് അതിനുള്ളിൽ പാർട്ടി നടക്കുവാണല്ലോ. അവിടെ ഒരുപാട് പേരുണ്ട്. നളഞ്ചി ആ പോയിസണൊക്കെ ഇപ്പോൾ റിക്കവറായി വരുന്നു. അതിന്റെ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുമ്പോൾ അപ്പോഴാണ് ഷിയോയനെ കൊണ്ട് യാഫൈ വരുന്നത്. ടാങ്ഷനുമായിട്ട് മീറ്റ് ചെയ്തു. അവനങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. എന്നാൽ അത് നളഞ്ചിക്ക് കണ്ട് ഇഷ്ടപ്പെടാത്ത പോലെ എൻട്രാനിട്ട് കൊടുത്ത ഒരു ലുക്ക് അവളെ കൊണ്ട് കഴിയാത്തത് യാഫൈക്ക് കൊണ്ട് പറ്റിയെന്ന രീതിയിൽ വെൽറ്റർ ഫാമിലിയായിട്ട് ഷിയോയന് അല്ലെങ്കിൽ യാൻഷാബോന് നല്ല ക്ലോസ് ആണ് എന്നവർക്ക് മനസ്സിലായി. അവളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് എൻട്രാന് ദേഷ്യം വന്നിട്ട് എന്തോ കാണിക്കുന്നു. ടാൻസനും ഷിയോയനും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയാണ് അവർ നിൽക്കുന്നത്. നളഞ്ചിയപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം എന്ന് പറഞ്ഞ് അവിടെയുള്ള വലിയ വലിയ ആൾക്കാരെ കൊണ്ട് അകത്തേക്ക് പോയി ബാക്കിയുള്ളവരോട് പാർട്ടി നടക്കട്ടെ എന്ന് പറഞ്ഞോട് യാഫൈ ഷിയോയാനുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ആ കുതിരയിൽ വന്ന ആൾ വരുന്നത്. അവന്റെ പേര് മോസൻ അല്ലെങ്കിൽ മുസാൻ അങ്ങനെ പറയാം. യാഫയുടെ അടുത്ത് ഒരുത്താൻ ക്ലോസ് ആയിരിക്കുന്നത് കൊണ്ട് ദേഷ്യം വന്നിട്ട് അവനെ അടിക്കാനായിട്ട് വരുന്നത്. ഷിയോയൻ മാറി അവളെ മാറ്റി. നീ എന്തിനാണ് എന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത് എന്ന് ഷിയോയൻ പറയുമ്പോൾ അവനാണെങ്കിൽ തർക്കുത്തരമാണ് പറയുന്നത്. യാഫയുടെ അടുത്ത് ആരും ഇരിക്കാൻ പാടില്ല, അവനെ ഞാൻ കൊല്ലും എന്നൊക്കെ പറയുകയാണ്. എന്താ കാണണമല്ലോ എന്ന് പറഞ്ഞ് പിന്നെ അവർ തമ്മിൽ ഫൈറ്റ് നടക്കണം. ആ ഫൈറ്റ് അങ്ങനെ പോകുമ്പോൾ ആ പ്രിൻസസ് ഇതിലാര് ജയിക്കാനാ ചാൻസ് എന്ന രീതിയിൽ സംസാരം. ലിങ്കിന്റെ പ്ലാനാണ് എന്ന് മനസ്സിലാകാം. യാഫയായിട്ട് ഷിയോന് അഫെയർ ഉണ്ട് എന്ന് പറഞ്ഞ് രണ്ടാനെ ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവനോടുള്ള ഫീലിങ്സ് അത് മാറ്റാനാണ് നോക്കി. അവരങ്ങനെ തമ്മിൽ പരസ്പരം അടി പവറൊക്കെ ഉപയോഗിച്ച് അടിക്കുന്നത്. എന്നാൽ രണ്ടുപേരും കട്ടയിൽ നിൽക്കണം. അങ്ങനെ കൊല്ലാനുള്ള ദേഷ്യമാണ് എന്നൊക്കെ കാണാം. ഇതൊക്കെ എൻജോയ് ചെയ്ത് കാണുവാണോ ബാക്കിയുള്ളവര്. ഇപ്പൊ ഷിയോയനാണ് നല്ല രീതിയിൽ അവന് തടയാൻ പോലും പറ്റാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നത്. ആ ഒരു അവസ്ഥ വരുമ്പോൾ അവൻ ഡാഡോസിയാണ് അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ. കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഷിയോയൻ 4th സ്റ്റേജ് എന്നാണ് എന്റെ പറഞ്ഞത്. അത് 3rd സ്റ്റേജ് ആണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഒരു ഡൗക്കി ആർമറോ കിട്ടും. അത് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുന്നു. എന്നാൽ അപ്പോഴേക്കും എൻട്രാൻ വന്ന് അത് തടുത്തു. അവരുടെ സ്ഥലത്ത് വെച്ചാണ് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഷിയോയനപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഈ യാഫയായിട്ട് ബിസിനസ് റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. എന്നാൽ അവ അപ്പോഴും അടങ്ങാത്തതുപോലെ. അപ്പോഴാണ് നളഞ്ചി ടാങ്സാനൊക്കെ വരുന്നത്. ഈ മുസാൻ മോ ഫാമിലിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷിയോയൻ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഷിയോയൻ നല്ല യാൻഷോ എന്നാണ് പറയുന്നത്. അവനെ വല്ലതും ചെയ്ത നളൻ ഫാമിലി നിങ്ങൾക്കെതിരെയാകും, ഡിസ്ട്രോയ് ചെയ്യും. അത് കേട്ടവൻ ഞെട്ടിപ്പോയി. എന്നാൽ അത് കേട്ട് ടാങ്ഷൻ വെറുതിരിക്കും. യാൻഷോ മിലിറ്റർ ഫാമിലിയിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. നീ അവനെ വല്ലതും ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ബ്ലോക്ക് ചെയ്യും. അവൻ അവിടെയാണ് കൾട്ടിവേഷൻ ചെയ്യുന്നത്. അവൻ ആവശ്യമുള്ള മെഡിക്കൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടുകയുള്ളത് എന്ന് പറഞ്ഞ് പരസ്പരം അവർക്കിടയിൽ തന്നെ നല്ലൊരു ഈഗോ അല്ലെങ്കിൽ ജലസ് ഉണ്ടാക്കി വരുവാണ്. അതിനുശേഷം അവരും തിരിച്ചുപോയി. എൻട്രാൻ ചെയ്യാൻ വിളിക്കുമ്പോൾ അവൻ വരുന്നില്ല എന്ന് തന്നെ പറയുന്നു. അങ്ങനെ യാഫയായിട്ട് സംസാരിക്കുമ്പോൾ നളഞ്ചാണെങ്കിൽ ഇത് ഇവളെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന പോലെ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഹൈബോട്ട് എങ്ങനെയാണ് ആ ഓടിപ്പോയ സാൻഡ്മാൻ. എന്നാൽ അങ്ങനെ ഓടിപ്പോവുകയല്ല ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് എത്തുകയാണ് ചെയ്ത്. അപ്പോഴാണ് ആളെ കാണിക്കുന്നത്. അത് ലാഭമാണ്. രണ്ടുപേരും പവർഫുൾ ആണ്. അതുമല്ല രണ്ടുപേരും ഡൗഹുവാങ് ആണ്. ഓർക്കണം, ഈ ഡൗഹുവാങ് എന്നത് സോൾലാൻഡിലെ ഗ്രാൻഡ് സോൾലാൻഡ് മാസ്റ്റർ. ആ ഒരു ലെവലിലാണ് ബാക്കിയുള്ളവരെ കാണുന്നത്. സോൾലാൻഡ് 1-ലാണ്. 2-ല് പിന്നെ ചവറ് കണക്കാണ് കിടക്കുന്നത്. ഇപ്പൊ തന്നെ സോൾലാൻഡ് തുടങ്ങിയ സമയത്ത് ടാൻഹോ, ബിബിതോങ്, അങ്കിൾ ബോൺ, സോഡ്, ടോക്കുബോ അങ്ങനെ തുടക്കമൊക്കെ ഭയങ്കര ഹൈപ്പായിരുന്നല്ലോ. അത് ഡൗ എംപററിന് തുല്യമാണ്. ഇത് കഴിഞ്ഞുണ്ട്. ആൻസെസ്റ്റർ, വെനറേറ്റ്, സെയിന്റ്, ഗോഡ് അങ്ങനെ 4 ഇനിയുണ്ട്. അപ്പൊ അതൊക്കെ ഏതാണെന്ന്
അല്ലെങ്കിൽ ഏത് ലെവലാണെന്ന് ഊഹിക്കാൻ തന്നെ പാടാകും. അതൊക്കെ കാണാൻ കിടക്കുന്നേ ഉള്ളൂ, അതോട് അതുപോലെ ഒന്ന് നോക്കിയാൽ മതി. അവർ രണ്ടുപേരും പിന്നെ അങ്ങനെ ഒരുപാട് നേരങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ കട്ടായിട്ട് ഷിയോയൻ യാഫിയായിട്ട് സംസാരിക്കുകയാണ്. സംഭവം ഇന്ന് നടന്ന ഇൻസിഡന്റ് അതിലവൾ ഇംപ്രസ് ആയതുപോലെ ഷിയോയനോട് സോറി പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല, അത് നിന്റെ മിസ്റ്റേക്ക് അല്ലല്ലോ. അപ്പോഴാണ് ഒരാള് ഈ നളഞ്ചിയുടെ പോയിസം മാറ്റാൻ അതിനായിട്ട് വിളിച്ചോണ്ട് പോകുന്നത്. അതേസമയത്ത് ടാങ്ഷൻ യാഫയായിട്ട് സംസാരം. യാഫയ്ക്ക് സംഭവം ഷിയോയനോട് ഫീലിങ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് അവളോട് ഉറപ്പിക്കാനായിട്ട് ചോദിക്കുമ്പോൾ സ്വാഭാവികം ഇല്ല ഇല്ല എന്ന് പറയുവാണ്. എന്നാൽ ടാങ്ഷൻ അറിയാലോ അവൻ നല്ലൊരു പയ്യനാണ്, ടാലൻറ്റും ഉണ്ട്. എന്നാൽ അവന് നളൻ ഫാമിലിയിലേക്ക് അവർ നോക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫാമിലി അവരുടെ അത്രയില്ല. ആ നളൻ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അത് വളരെ വലുതാണ് എന്ന രീതിയിലാണ് സംസാരം. അത് കേട്ട് അവൾക്ക് സങ്കടമായതുപോലെ. ഇതേ സമയത്ത് ഷിയോയൻ നളഞ്ചിയുടെ പോയിസൺ അത് പൂർണ്ണമായിട്ട് എടുത്തു. അതിന്റെ നന്ദി പറഞ്ഞിട്ട് ഗിഫ്റ്റ് എന്നാവണം ആ പറഞ്ഞ സോൾ പവർ റീസ്റ്റോർ ചെയ്യാൻ ആവശ്യമായിരുന്ന അത് ഹെർബല് കൊടുക്കാനായിട്ട് നിൽക്കണം. ഒന്ന് ഓർത്താൽ മതി, ഈ സോൾ പവർ എന്നത് ഒരു ആൾക്കമിസ്റ്റാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ആ പാർട്ട് വെച്ച് എന്തോ മെർസണറീസ് അവര് മാർക്കറ്റ് പിടിക്കാൻ നോക്കി നളഞ്ചി പോയിസം ബാധിച്ചു കിടന്നപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ വളരെ സ്ട്രോങ് ആണ് എന്ന് എല്ലാവരും പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്കൊരു നല്ലൊരു ഫ്രണ്ട്സിൽ നളൻ ഫാമിലി ആയിട്ട് ഒരു ബന്ധം പുതുക്കാം എന്ന രീതിയിൽ പറയുമ്പോൾ അവൻ അപ്പോൾ തന്നെ എനിക്കൊരാളുണ്ട്, ആളിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞ് പോകുന്നു. പിന്നെ തിരികെ പോയിട്ട് യാഫയിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവളോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവൾക്കാണെങ്കിൽ എന്ത് പറയണം എന്നറിയാത്ത രീതി. കാരണം അവനോട് ഇഷ്ടമായതുകൊണ്ട് ഇനി എന്ത് പറയണമെന്ന് അറിയില്ല. എൻട്രൻ നല്ലവണ്ണം കൾട്ടിവേഷൻ ചെയ്ത് പോകുന്നുണ്ട്. നളൻ ഫാമിലി അങ്ങനെ ഒരു രീതിയിലാണ് ഉള്ളത്. എന്നാൽ യാഫയ്ക്ക് അങ്ങനെയല്ലല്ലോ. മിലിറ്ററി ഫാമിലിയിൽ അത്ര സ്ട്രോങ്ങും അല്ല, എങ്കിലും അവരുടെ മുന്നിൽ പ്രൂവ് ചെയ്യണം എന്നാണ് അവളുടെ ആഗ്രഹം എന്ന് മനസ്സിൽ പറയുവാണ്. ഷിയോയിൻ അവളോട് ഭയം പറഞ്ഞു പോകുന്നു. ഇതേ സമയത്ത് ഹൈബോട്ടോങ് ലാഭം കൂടെ ഫൈറ്റ് കടന്ന് വരുമായിരുന്നല്ലോ. അത് നളൻ ഫാമിലിയുടെ അടുത്തേക്കാണ് പോയത്. ആ വഴി കൂടെ പോയതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി രണ്ട് സ്ട്രോങ് ഡൗക്കുവാന്നിൻ്റെ അവർ തമ്മിലുള്ള ഫൈറ്റ് അത് കാണാനായിട്ട് അവിടെയുള്ള മിക്കുള്ളവരും പോവാണ്. കാരണം അത് റെയറായ ഒന്നാണ്. നളഞ്ച് ടാങ്ഷാനും ഡൗ വാങ്ങായതുകൊണ്ട് തന്നെ അവർക്ക് വിങ്സ് ഉണ്ട്, അത് ഉപയോഗിച്ച് പോകുന്നു. ബാക്കിയുള്ളവര് ഓടി വരുന്നു. മൂസാനാണെങ്കിൽ ഷിയോയനെ ഈ സമയത്ത് അറ്റാക്ക് ചെയ്യാൻ നോക്കി, എൻട്രാണ് തടയാൻ നോക്കി. എന്നാൽ അതിനു മുമ്പ് തന്നെ അവൻ ആ ഫ്ലൈയിങ് വിങ്സ് അത് ഉപയോഗിച്ച് പോയി. ഇവന് ഡൗ വിങ്സ് ഉണ്ടോ എന്നതുകൊണ്ട് അവിടെയുള്ള എല്ലാവരും ഷോക്ക്. അതുപോലെ തന്നെ നളഞ്ചിയും ഷോക്കായി പോയി. അപ്പോൾ ടാങ്ഷൻ നിനക്ക് അവനെ പറ്റി വലിയ അറിവൊന്നും വന്നിട്ടില്ലല്ലേ എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തൊരു താക്ക്. അവരങ്ങനെ ഫൈറ്റ് നടക്കുന്ന ആ ഒരു സ്ഥലത്തെത്തി. ഇതേ സമയത്തൊക്കെ ഹൈബോട്ടോങ് ലാവോ തമ്മിൽ നല്ലൊരു ഫൈറ്റാണ് നടക്കുന്നത്. ഹൈബോട്ടോങ് ഐസ് വെച്ച് ഒരുപാട് അറ്റാക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ സാൻഡ്വിച്ച് തിരിക്ക് ഉണ്ടാക്കി വിടുന്നു. ഐസ് ഉപയോഗിച്ച് ഡ്രാഗൺ ഉണ്ടാക്കി, സാൻഡ്വിച്ച് പരുത്ത അങ്ങനെ ഉണ്ടാക്കി. അങ്ങനെ കുറേ നേരമുണ്ട്, അതൊക്കെ സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ഒരു വലിയ പവർ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹൈബോട്ടോങ് മതി നിർത്ത്, നിനക്ക് പറ്റിയതല്ല ഞാൻ എന്ന് പറഞ്ഞ് സ്റ്റോപ്പാക്കി. അപ്പോഴാണ് മനസ്സിലാകുന്നത് അവർ തമ്മിൽ ഫ്രണ്ട്സാണ്, എനിമിയല്ല. ഒരുപാട് നാൾ കണ്ടതിന് ശേഷം അവരുടെ സ്ട്രെങ്ത് അത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടാണ്. അപ്പം ഞാൻ പൊട്ടന എന്ന രീതിയിൽ ബാക്കിയുള്ളവർ അവരുടെ അടുത്തേക്ക് നളഞ്ചിയും ആൾക്കാരും വരുന്നു. ഐസംബറർ ലാവോ വളരെ ഫേമസ് ആയ ആൾക്കാരാണ്, അതിൻ്റെ റെസ്പെക്റ്റ് അവർക്കുണ്ട്. ഷിയോയൻ ഹൈബോട്ടോങ്ങിനോട് എന്ന് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോഴാണ് ഐസംബറായിട്ടുള്ള ബന്ധം ഷിയോയനുണ്ട് എന്നതുകൊണ്ട് അവർക്കും ഒരു അതിശയം. എന്നാൽ ലാബോ അവനെ അറ്റാക്ക് ചെയ്യുന്നു. അവൻ മാറി പോയെങ്കിലും ഒരു സമയത്ത് അവനെ അടിച്ചിടുന്ന രീതിയിൽ പോകുന്നുണ്ട്. എന്നാൽ അവൻ പർപ്പിൾ ഫയർ അതൊക്കെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്ത് നിർത്തി. അവനെ കൊല്ലാൻ എന്ന രീതിയിൽ വരുമ്പോൾ ഹൈബോട്ടോങ് നിർത്ത്, അവൻ്റെ സ്ട്രെങ്ത് എത്രയാണെന്ന് നോക്കിയതാണ്. ഹൈബോട്ടോങ്ങിനോട് നിന്റെ ഡിസിപ്പിള് സ്ട്രോങ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഡിസിപ്പിളല്ല ഷിയോയനും അത് നമ്മൾ ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞിട്ട് അവരോടെല്ലാവരും ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. ഇതെല്ലാം കണ്ട് കിളി പറഞ്ഞിരിക്കുന്ന എൻട്രാൻ, ലിങ്, പ്രിൻസസ്, മൂസാൻ. ഷിയോയനോട് ആ ലാബോ അവൻ എൻ്റെ ഫ്രണ്ടാണ്, എന്നാൽ നല്ല ആളല്ല. അവ ഒരുപാട് ബിഗ് ഫാമിലിയായിട്ട് കോണ്ടാക്ട് ഉണ്ട്. എന്നാൽ ഞാൻ മിലിറ്ററി ഫാമിലിയായി ഉള്ളത് അവന് ജലസാക്കി. സംഭവം മിലിറ്ററി ഫാമിലിയിലേക്ക് ലാവോന് ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ഒരു സ്ഥാനമില്ല. അവ ഇപ്പം എന്നോട് ഫൈറ്റ് ചെയ്തത് എൻ്റെ സ്ട്രെങ്ത് അത് എത്ര നോക്കിയതാണ്. ഈ ഹൈബോട്ടോങ് മിലിറ്ററി ഫാമിലിയിലെ ബിൽഡിംഗ് റിലേഷൻഷിപ്പാണ് എന്ന് വെച്ചാൽ അതുണ്ടാക്കാൻ അതിൻ്റെ കൂടെ എന്നത് ഹൈബോട്ടോങ്ങാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ പോകെ കാണാം. അതിനുശേഷം ഷിയോയൻ റൂമിലേക്ക് എത്തി. അവന് കിട്ടിയ ആ ഹെർബൽസ് അതെല്ലാം കൂടെ ചേർത്ത് സോൾ പവർ റീസ്റ്റോർ ചെയ്യാനുള്ള ആ പിൽസ് അതുണ്ടാക്കി. കുറച്ച് പാടുപെട്ടു, എന്നാൽ അതുണ്ടാക്കി. അത് വർക്കിംഗ് ആയാൽ മാസ്റ്ററിനെ ഉണർത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് അവനുള്ളത്. അങ്ങനെ ഒരുപാട് നേരം കഴിഞ്ഞ് അതിൽ എന്തോ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഒരു സ്വർണ്ണ കളറിലുള്ള ഒരുപാട് പവർഫുൾ അവർ തന്നെ വെളിയിലേക്ക് ഇരുന്നു. അത് വർക്കിംഗ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ആ റിങ്ങിനുള്ളിലേക്കാക്കി. അതിനെന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, ഒരു വലിയ ബ്രൈറ്റ് ഫോഴ്സ് പോലെ. അത് അവിടെ ഒളിച്ചു നിന്നിരുന്ന ആ ബ്ലാക്ക് സ്മോക്ക് അയാൾക്കും കിട്ടി. അവിടെ നിന്ന് അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറി. ഇതെന്താണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അതിനൊരു മാറ്റമില്ലാതെ താഴെ വീഴുവാണ്. ഇത് വർക്കിംഗ് ആയില്ല.
അവനും അതുകൊണ്ട് സങ്കടമായി. എത്ര കഷ്ടപ്പെട്ടിട്ട് മാസ്റ്ററിനെ ഉണർത്താൻ കഴിയാത്തതിൽ. അപ്പോൾ ഹൈബോട്ടങ് വന്ന് ആൽക്കമിസ്റ്റ് കോമ്പറ്റീഷൻ ജയിച്ച ഇതിനേക്കാൾ പവർഫുൾ ആയത് കിട്ടും എന്ന് പറയുമ്പോൾ ശരിയാണ് എന്ന് മനസ്സിലാക്കി. പിറ്റേന്ന് സിയോയാനും സിയോശാനും ആൾക്കാരും വരുമ്പോഴാണ് അവിടെ എന്തോ കാണുന്നത്. സംഭവം ഒരാളെ ഇട്ട് ആരൊക്കെയോ ഓട്ടിയിരുന്നു. അപ്പോൾ തന്നെ രക്ഷിക്കാനായിട്ട് പോയി. ആ ആൾ മിലിറ്ററി ഫാമിലിയിലുള്ളതാണ്. അയാളെ കൊല്ലാനായിട്ട് നോക്കുന്നത് ഒരുപാട് റോബോട്ടും. അത് ചൂ എംപയറിൽ നിന്ന് വന്ന അവരെ പോലെയാണ് ഉള്ളത്. അവനെ കൊല്ലാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ തന്നെ സിയോശ വന്ന് തടഞ്ഞു. എന്നിട്ട് അവർ തമ്മിലുള്ള പരസ്പര അടിയാണ്. അങ്ങനെ ഒരുപാട് നേരം അങ്ങനെ അടിയുണ്ട്. ആ അടിക്ക് ഇടയിലാണ് ഒരാൾ മനുഷ്യ ബോംബാണെന്ന് തോന്നുന്നു, അത് പൊട്ടിത്തെറിച്ചു. അതുകൊണ്ട് സിയോശാൻ്റെ ഷോക്ക്, കാരണം സ്വന്തമായിട്ട് ഇങ്ങനെ മരിക്കുന്നത് കൊണ്ട്. അതേസമയത്ത് പിറകെ കൂടെ ഒരാൾ വന്ന് പിടിച്ച് ഇങ്ങനെയൊക്കെ മാറി. അങ്ങനെ ഓരോരുത്തരായിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ ഒരുവിധം ക്ലിയറും ആക്കി. എന്നിട്ട് ആ വന്ന ആളോട് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് പറയുന്നത്, ഈ കോമ്പറ്റീഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇല്ലീഗൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ടെററിസ്റ്റ് അങ്ങനെയുള്ളവരെയൊക്കെ നോക്കാനായിട്ട് സ്പൈ ചെയ്യേണ്ട ജോലിയാണ് ഇവർക്കുള്ളത്. അതിൽ ആ മെയിൻ ആളെ കണ്ട് എന്തോ ഒരു ഡൗട്ട് തോന്നി. അതുകൊണ്ട് തന്നെ അവരെ ഫോളോ ചെയ്യാനായിട്ട് തീരുമാനിച്ച് പോയതാണ്. എന്നാൽ ആ ആളെ നമ്മളെ കണ്ട് അങ്ങനെയാണ് കൊല്ലാനായിട്ട് നോക്കി എന്ന് പറയുമ്പോൾ, ശരി നിങ്ങൾ മിലിറ്ററി ഫാമിലി ഉള്ളതാണല്ലേ, യാഫയുടെ മാസ്റ്റർ എനിക്കൊന്ന് കാണണം, ഒരു അത്യാവശ്യമാണെന്ന് പറയുമ്പോൾ ഫോളോ ചെയ്യാന്ന് പറഞ്ഞ് പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് കട്ടായിട്ട് പിറ്റേന്നല്ല അന്ന് തന്നെ ആൽക്കമിസ്റ്റ് കോമ്പറ്റീഷൻ അങ്ങോട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. കാരണം എംപയറിന്റെ പുറത്തുള്ളവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാണാനായിട്ട് വരുമല്ലോ. സിയോയാനും അതുപോലെ തന്നെ ഹൈബോട്ടോങ്ങും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പോകുമ്പോഴാണ് അങ്ങോട്ട് ഔട്ട് വരുന്നത്. അതുപോലെ തന്നെ അവിടെ ഫ്രണ്ടിലായിട്ട് ഒരു കുതിരയിൽ ഒരു പെണ്ണിനെ കാണാം. അവളുടെ പേരെന്താണെന്തോ യാൻവിയ. എന്തായാലും പ്രിൻസസ് ഇ എന്ന് പറയാം, അല്ല പ്രിൻസസ് യാൻ എന്ന് പറയാം. കാരണം മറ്റേ പ്രിൻസസിന്റെ എൽഡസ്റ്റ് സിസ്റ്ററാണ്. അവനൊന്ന് കണ്ടിട്ട് അവിടെ നിന്ന് പോവാണ്. ഔട്ടോ അവനോട് 2 റൗണ്ടായിട്ട് മാച്ച്, ആദ്യത്തെ റൗണ്ട് ജയിച്ചതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകാൻ കഴിയൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അടുത്തേക്കുന്ന ഹൈബോട്ടോങ്ങിനെ കണ്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടാണ്, അവർ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടത്തു പോകുന്നു. ഇതേ സമയത്ത് മറ്റൊരു സൈഡിൽ കൂടി ചൂവമ്പറിലെ ഒരു പെണ്ണിനെ കാണാം. അവർ ആൽക്കമിസ്റ്റ് കോമ്പറ്റീഷനിൽ വന്നതാണ്. അവളെ കണ്ടറിയാം അത്ര നല്ല ആളല്ല എന്ന്. അവളുടെ കൂടെ ആ റോബോട്ട്സുകളുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.